ഡ്യൂപ്ലിക്കേറ്റ്സ് ബൈ സീന. നമുക്ക് വെൽക്കം ചെയ്യാം അനാർക്കലി മരിക്കാൻ ആൻഡ് കുട്ടിയഖിൽ. നമ്മുടെ കുട്ടിയഖിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയാതിരിക്കുക നല്ലത്. പറയണ്ട. കണ്ടോ, ഇത്രയും വെയിലുണ്ടായിട്ടും കുട്ടിയഖിൽ ഒരു തുള്ളി വേർത്തിട്ടില്ല. എന്താ കാരണം? കുട്ടിയഖിലിന് അത്രയും ഫാൻസ് ഉണ്ട്. നമ്മുടെ അനാർക്കലിയിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആനന്ദ സിനിമയിൽ ഒരൊറ്റ ഡയലോഗ് പോലുള്ളാണ്ടാണ് ചേച്ചി അഭിനയിച്ചത്. അപ്പൊ കുറച്ചെങ്കിലും സങ്കടം തോന്നിയിരുന്നോ? ആരും അറിയാണ്ട് കരഞ്ഞിരുന്നില്ല? അപ്പൊ ആരും അറിയാണ്ട് മുഖം പൊത്തി കരഞ്ഞിരുന്നില്ലേ? ഇനി നമ്മുടെ കുട്ടിയഖിലോട്ട് വരാം. പണ്ട് അമ്മയുടെ കൈ പിടിച്ച് സ്കൂളിൽ പോകുമ്പോ കുട്ടിയഖിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ 2024 മന്ദാകിനി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുമെന്ന്? അതിന് മുന്നേ എനിക്ക് അറിയായിരുന്നു. പ്രസവിച്ച് വീണപ്പം രാജാറാണി എക്സ്പ്രസിന് എത്ര ടയറുണ്ട്? ഉറങ്ങുമ്പോൾ ഏത് കണ്ണാണ് ആദ്യം അടക്കാറ്? അനാർക്കലിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അനാറല്ലേ? അടുത്ത ഗെയിം എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്ന കാര്യങ്ങൾ വാ വെച്ച് പറയണം. ഇത്രയും നേരം പിന്നെ വാ വെച്ചല്ലാതെ വേറെ എന്തെങ്കിലും വെച്ചണം. അതല്ല, വാ എന്ന ലെറ്റർ വെച്ച് പറയണം. കുട്ടിയഖിലിന് വിടാൻ ഇഷ്ടമുള്ളത് അടുത്ത നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാല് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുനിഞ്ഞു നിന്ന് യെസ് ഓർ നോ പറയണം. യെസ് ഓർ നോ ബോർഡ് എവിടെ പോയി? മന്ദാകിനി മെയ് 24 റിലീസാ. അപ്പൊ എല്ലാരും കാണണം. ഏയ് പോവല്ലേ.